ഇതേത് ഹർഭജൻ സിംഗ് ആണോ? ഹർഭജൻ സിംഗ് അല്ല, ഋഷിരാജ് സിംഗ്. അല്ല, ഋഷി ശൃംഗൻ. അല്ല, ഋഷസിംഗൻ എന്താ ഇവിടെ കാര്യം? ഞാൻ എന്റെ വൈശാലി അന്വേഷിച്ചു വന്നു. വൈശാലിയാണോ? വൈശാലി. അയ്യോ, ഇത് മുറുകിപ്പോയി. ആവശ്യമില്ലാത്ത കാണിക്കരുത്. ഇതാണോ വൈശാലി? അയ്യോ, ഇതൊന്നുമല്ല എന്റെ വൈശാലി. എന്നാ പിന്നെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. വൈശാലി അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത വലിയ കോമഡിയാണ് വന്ന് നിൽക്കുന്നത് ഋഷി ശൃംഗൻ. ഋഷി ശൃംഗൻ ഋഷി ശൃംഗൻ. വൈശാലിനെ അന്വേഷിച്ചു വന്നതാണ്. ആണല്ലേ? അല്ല, നമ്മളെന്താ ഇവിടെ? അല്ല, ശരിക്കും ഇത് എന്നെ പറ്റി നിങ്ങളൊക്കെ ഇങ്ങനെ സിംഗിൾ ആയിട്ട് വരുന്നത്? ശരിക്കും ഇവരൊക്കെ സാധാരണ പെയറായിട്ടല്ലേ നമ്മൾ കാണാറുള്ളത്? പേരാവാനുള്ള സമയം ആവുന്നല്ലേ ഉള്ളൂ. ആളെ കണ്ടുപിടിച്ചിട്ടാണല്ലോ സംഭവം നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഒബാമയെ കാണാൻ വന്നതാ. ഒബാമയെ കാണണമെങ്കിൽ അമേരിക്ക പോകണം, അല്ലാണ്ട് ഇവിടെ നിന്നിട്ട് ഒബാമയല്ലെന്ന്. എന്റെ കാമുകി, എന്റെ ഹൃദയം, എന്റെ കരൾ, എന്റെ ചക്കര, എന്റെ മുത്ത, ആര്? ഭാമ. ഭാമയെ കാണാൻ വന്നത്. അതെ അതെ. ഭാമ ഏതാണ്? നമ്മളെ ആക്ട്രസ് ഭാമയെ. ആ ഭാമ ചേച്ചി. അതെ, എന്റെ കാമുകി. ആക്ട്രസ് ഭാമ. ആ ഭാമയല്ല, എന്റെ ഭാമ. കഥാപാത്രത്തിലെ ഭാമ, എന്റെ ചരിത്രത്തിലെ ഭാമ. ഹലോ, നമ്മളെന്താ ഇവിടെ? ഞാന് ദുഷ്യന്തനെ അന്വേഷിച്ച് വന്നതാ. ശകുന്തളയാ. പക്ഷേ എനിക്ക് പുള്ളിക്കാരനെ കണ്ട് നല്ല പരിചയവും. എന്നെയാ? ആ, നിങ്ങളുടെ സ്ഥലം എവിടെയാണ്? ഞാൻ മാലിന്യ തീരത്താ. ഓ, മാലിനി തീരത്ത്. 97-ല് ഞാനവിടെ മഴ പെയ്ക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും അവിടെ ഞാൻ മഴ പെയ്ക്കും. അതാണ് എന്റെ പ്രശ്നം. അപ്പൊ നിങ്ങളാണല്ലോ ഈ മഴ പെയ്പ്പിക്കാൻ നടക്കണ വൃത്തികെട്ടവൻ. 2018-ലെ വെള്ളപ്പൊക്കം മുതൽ ഞാൻ നിന്നെ തപ്പി നടക്കുവാ. അവാർഡ് തരാനാണോ? അവാർഡ് തരാൻ നിനക്കിട്ട് 2 ഞാൻ തരാനായിട്ട്. അവിടെ ഇമാതിരി കോമഡി അടിച്ചിട്ടായിരിക്കും ദേവലോകത്തുനിന്ന് ദേവേന്ദ്രൻ നിങ്ങളെ ചവിച്ചിങ്ങോട്ട് വിട്ടത്. അല്ല, ഈ കോമഡി അടിച്ചിട്ടല്ല ദേവേന്ദ്രൻ എന്നെ ചവിട്ടി പുറത്താക്കി. അതെന്നായിരുന്നു? അത് സംബന്ധിച്ചല്ലേ, ഞാൻ ഈ ദേവേന്ദ്രന്റെ വീട്ടിൽ ഞങ്ങൾ കയറി ചെല്ലുക. ഞാൻ ഈ കൈ നിട്ടടിക്കുന്ന ആളായതുകൊണ്ട് എവിടെ ചെന്നാലും കൈ നിട്ടടിക്കും. ഞാൻ നോക്കുമ്പോ ഈ ദേവേന്ദ്രന്റെ പരി ഉള്ളി ഇങ്ങനെ പുതച്ച മൂടിയിട്ട് ഇങ്ങനെ ആവി പിടിച്ചോണ്ടിരിക്കുക. ഈ കൈ നിട്ടടിക്കാൻ വേണ്ടിട്ട് ഞാൻ പുറകിൽ നിന്ന് വാരി അങ്ങ് കൂട്ടി ഒരു കറക്ക് കറക്കി, 2 കറക്ക് കറക്കി, 3-ാമത്തെ കറക്ക് കറക്കിട്ട് നോക്കുമ്പോ ദേവേന്ദ്രൻ സത്യമാഷിന്റെ കൂടെ അവിടെ നിൽക്കുന്നു. അപ്പൊ ആരെടുത്ത് കറക്കിയത്? പുള്ളിയുടെ ഭാര്യ ആവി പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞ ഇടക്കേക്കൂടെ ഒരു ശാപം നേരെ അങ്ങനെ വന്നു പെട്ടതാണ്. അങ്ങനെ ഒന്ന് പെട്ടതാണ്. ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കേണ്ട ആളല്ല. ഞാൻ അവളെ കിടന്ന് കൈ നിട്ടേണ്ട ആളാ. കൈ നിട്ടേണ്ട ആളാ ഞാൻ. ആയിക്കോട്ടെ.